ഹായ് ഹലോ നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ആളുകൾ എന്നോട് കുറേ കാലമായിട്ട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഹോം സിനിമകളുടെ വീഡിയോ ഒന്നും ചെയ്യാത്തത്, കൊമേഴ്ഷ്യൽ തിയേറ്ററിൻ്റെ വീഡിയോസ് മാത്രം ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇതാണ്. സത്യത്തിൽ ഈ ഞാൻ കൊമേഴ്ഷ്യൽ സിനിമയിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹോം സിനിമ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഈ അടുത്ത കാലത്ത് മാത്രം വന്നിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ഈ ഈ അടുത്ത കാലത്താണ് കൂടുതലും ഹോം സിനിമയെ പറ്റി ആൾക്കാർ ചിന്തിച്ചു തുടങ്ങിയത്. കാരണം തിയേറ്ററുകളൊന്നും അഫോർഡബിൾ അല്ല. പിന്നെ ഇറങ്ങുന്ന പടങ്ങളൊന്നും അത്രയും വലിയ ക്വാളിറ്റി ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് എല്ലാ പടങ്ങളും സിനിമാ തിയേറ്ററിൽ പോയി കാണണ്ടാന്ന് ചിന്തിക്കുന്ന ഒരു ജനവിഭാഗം വന്നപ്പോൾ നമുക്ക് വീട്ടിലും ഒരു തിയേറ്റർ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഈ ഹോം സിനിമ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ശരിക്കും വന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഹോം സിനിമയിൽ കോൺസെൻട്രേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഒരിക്കലും സിനിമാ തിയേറ്ററിൽ കിട്ടുന്ന എഫക്റ്റ് ഹോം സിനിമയിൽ കിട്ടില്ല. അതെന്താ കാരണം വെച്ചാൽ, രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട്. ഒന്ന് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സിനിമാ തിയേറ്ററിലേക്ക് പടം കാണാൻ പോകുമ്പോൾ ഓൾറെഡി നമുക്കറിയാം നമ്മളൊരു സിനിമ കാണാൻ പോകാന്നുള്ള ഒരു പ്രിപ്പറേഷനോട് കൂടിയാണ് നമ്മളവിടെ പോണത്. രണ്ട്, അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റുകളും ഒക്കെ അത് പ്രോ കാറ്റഗറിയിൽപ്പെട്ട എക്യുപ്മെൻറ്റുകളാണ്. പ്രൊഫഷണൽ പ്രൊജക്ടർ, സൗണ്ട് സിസ്റ്റം, സ്ക്രീനുകളൊക്കെ ഭയങ്കര പ്രോ കാറ്റഗറിയിൽപ്പെട്ടിട്ടുള്ള ഹൈ എൻഡ് എക്യുപ്മെൻസുകളാണ്. അതായത് വിച്ച് നമുക്ക് വീട്ടിൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത എക്യുപ്മെൻറ്റുകളാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളുടെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെ ഭയങ്കര ഗംഭീരമാക്കുന്നത്. പിന്നെ അവിടുത്തെ ആംബിയൻസ്, കയ്യടി, ബഹളം, പോപ്കോണിൻ്റെ സ്മെല്ല്, ചില തിയേറ്ററുകളിൽ സ്പെഷ്യൽ എ സിക്ക് പ്രത്യേക മണങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ ഭാഗമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നമുക്ക് ഇത് എത്ര തന്നെ വീട്ടിൽ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാലും നമ്മുടെ വീട്ടിലത് കിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും. കാരണം നമുക്ക് സിനിമാ തിയേറ്ററിൽ കിട്ടുന്ന അതേ ആംബിയൻസ് വീട്ടിലേക്ക് ട്രൈ ചെയ്യും തോറും എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ, നമ്മുടെ പൈസ ചിലവെന്നല്ലാതെ നമുക്ക് ആംബിയൻസ് ഒരിക്കലും കിട്ടില്ല. പിന്നെ ഈ ഹോം സിനിമ എന്ന് പറയുന്നത് നമുക്ക് ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമുക്ക് ചെയ്യാം. അതിനുശേഷം ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞാൽ അതൊരു ബാധ്യതയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും സംഭവിക്കണമെന്നില്ല, ചിലർക്ക് അത് സംഭവിക്കാറുണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊന്ന് ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഹോം സിനിമ സ്വന്തമായിട്ടുള്ള ആളുകളാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണുന്നവർക്കത് ഞാൻ പറയുന്നത് കുറച്ചെങ്കിലുമൊക്കെ മനസ്സിലാവും. പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ മെയിൻ്റനൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സിനിമാ തിയേറ്ററിൽ മെയിൻ്റനൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ഹോം സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ആ സിനിമാ തിയേറ്ററിൻ്റെ രീതിയിലുള്ള മെയിൻ്റനൻസ് വീട്ടിൽ കൊണ്ടുപോകാൻ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളൊരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി പിന്നെ അതിന് 6 മാസം അല്ലെങ്കിൽ 7 മാസം കൂടുമ്പോൾ അല്ല കൊല്ലം അതിന് മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ അതും ഡബിൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാരണം നമുക്ക് ഇൻകായിട്ടൊന്നും കിട്ടണില്ല. നമ്മളൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷന് നമുക്കൊരു ഒരു ഒരു ഹോം സിനിമ ചെയ്ത് കുറേ സിനിമകൾ കാണാം, കുറേ സൗണ്ട് ഇട്ടിട്ട് പാട്ട് കേൾക്കാം, അങ്ങനെയുള്ളതല്ലാതെ, അല്ലെങ്കിൽ നാലാൾക്കാർ വരുമ്പോൾ നമുക്ക് അവരൊന്ന് കാണിക്കാം എന്നല്ലാതെ ഒരു ഷോ ഓഫിനപ്പുറം നമുക്കൊരു ആത്മസംതൃപ്തിയൊന്നും എപ്പോഴും കിട്ടണമെന്നില്ല. കാരണം ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇത് പോകും. അതിലൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന അക്വാസ്റ്റിക്സും കാര്യങ്ങളും. ഇത് നല്ല രീതിയിൽ തന്നെ ഇത് പൊടി കയറും. അപ്പോൾ ആ ഡസ്റ്റ് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അതിന് പ്രൊഫഷണലായിട്ടൊരു ടീമിനെ വിളിക്കേണ്ടി വരും. അവർ നല്ല രീതിയിൽ ചാർജ് ചെയ്യുകയും ചെയ്യും. രണ്ടാമത്തെ പ്രശ്നം, ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകളൊക്കെ പൊടിഞ്ഞു തുടങ്ങും. ആ മെറ്റീരിയൽസൊക്കെ പൊടിഞ്ഞു തുടങ്ങും. ആ പൊടിഞ്ഞു കഴിഞ്ഞാൽ അലർജി ജനറേറ്റ് ആവും. വീടുകളിൽ ഈ ഹോം സിനിമയുള്ള ആളുകൾക്ക് പറഞ്ഞാൽ അത് മനസ്സിലാവും. കാർപ്പറ്റെന്നും ഇത് പൊടിഞ്ഞ് വീഴുന്നത് നേരെ കാർപ്പറ്റിലേക്കൊക്കെ ആയിരിക്കും. അപ്പോൾ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് അലർജി വരും. കണ്ണ് ചൊറിച്ചിൽ, തുമ്മൽ വരും. അതുപോലെ സ്കിൻ അലർജികൾ കുറേ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇരുന്ന് കഴിക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബാക്ടീരിയകൾ, ആ ബാക്ടീരിയകൾ ഇതിനകത്ത് നിന്ന് വിട്ടുപോകില്ല. നമുക്ക് തിയേറ്റർ റിഫ്രഷ് ചെയ്യണ പോലെ നമുക്കിവിടെ വീട്ടിലെ റിഫ്രഷ്മെൻറ്റ് ഫെസിലിറ്റീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. നമ്മൾ സാധാരണ നോർമൽ എ സി ആയിരിക്കും ഉപയോഗിക്കുക. തിയേറ്ററിൽ ഉപയോഗിക്കുന്ന എ സിക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. അത് മാത്രമല്ല, എയർ പ്യൂരിഫൈങ് സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. അത് എല്ലാ തിയേറ്ററുകളിലും ഉണ്ടോയെന്ന് അറിയില്ല. കേരളത്തിൽ കൊറോണയ്ക്ക് ശേഷം കുറച്ച് ആൾക്കാർ വെച്ചിട്ടുണ്ട്. അപ്പം ഫോറിൻ കൺട്രീസിലൊക്കെ എയർ പ്യൂരിഫയറൊക്കെ വെച്ചിട്ട് തിയേറ്ററിനകത്ത് വരുന്ന ഓക്സിജൻ അല്ലെങ്കിൽ വായു ശുദ്ധീകരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇതൊന്നും നമുക്ക് വീട്ടിൽ നടപ്പാക്കാൻ പറ്റില്ല. എല്ലാത്തിനും ഉപരി നമുക്ക് ഇപ്പോൾ എത്ര തന്നെ പറഞ്ഞാലും ഇപ്പോൾ ഒരു സിനിമ OTTയിൽ, ഒരു തിയേറ്ററിൽ ഇറങ്ങിയൊരു പടം OTTയിലേക്ക് വരുമ്പോൾ, നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. മോഹൻലാലിൻ്റെ തുടരും എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി 30 ദിവസം കഴിയുമ്പോഴേക്കും 30 ദിവസം കഴിയുമ്പോഴേക്കും OTTയിൽ അത് വന്നു. എന്നിരുന്നാലും നമുക്കത് വീട്ടിൽ ആ സിനിമ കാണുമ്പോഴും തിയേറ്ററിൽ കാണുന്നതും ആ രണ്ട് എക്സ്പീരിയൻസ് രണ്ട് തരത്തിൽ തന്നെ നിൽക്കും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു പോരായ്മയാണ്. ഞാനൊരു സൗണ്ട് എഞ്ചിനീയർ, AV എഞ്ചിനീയറായിട്ട് എന്തുകൊണ്ട് ഇത് പറഞ്ഞു വെച്ചാൽ, ഞാൻ എപ്പോഴും എൻ്റെ ക്ലയൻസിന് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇതിനൊക്കെ ഓക്കെയാണ്, ഇതിനൊക്കെ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒരു ഹോം സിനിമയിലേക്ക് അവരെ നയിക്കുകയുള്ളൂ.
പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞ ചിലവിൽ ഹോം തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പരസ്യങ്ങൾ കാണാറുണ്ട്. ഹോം സിനിമ എന്ന് പറഞ്ഞിട്ട് പരസ്യങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയയൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. കേരളത്തിൽ ഹോം സിനിമ ചെയ്യാനായിട്ട് ഇൻ്റർനാഷണലി അങ്ങനെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളുകളൊന്നും ഇല്ല. സത്യമാണ് ഞാനീ പറയുന്നത്. ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അതിനിടയിൽ വന്ന് കമൻറ്റ് ചെയ്തോട്ടെ. ഞാനൊരു വാദപ്രതിവാദത്തിന് വേണ്ടി വന്നതല്ല. ഹോം സിനിമയ്ക്ക് പ്രൊഫഷണലായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ഹോം സിനിമ പ്രൊഫഷണലായിട്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു 10 ലക്ഷം ടു 15 ലക്ഷം രൂപ വരും. അത് ഏത് സ്പേസിനകത്ത് ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞൊരു മിനിമം പ്രൈസാണ് പറഞ്ഞത്. ആ ഒരു സിനിമാറ്റിക് ഗ്രേഡ് ക്വാളിറ്റി ഉള്ള ഒരു പ്രൊജക്ടറും സൗണ്ട് സിസ്റ്റവും അതിനെ പറ്റിയ ചെയർസും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപ എങ്ങനെ പോലും ഒരു ചിലവ് വരും. പിന്നെ ഇതിനും താഴെ ആളുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ടെക്നോളജിയിൽ അവർ കോംപ്രമൈസ് ചെയ്യുന്നുണ്ടെന്നാണ് അതിന് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ പൊരുളതാണ്. ആ ടെക്നോളജി കോംപ്രമൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിൽ കാശ് കുറച്ച് വരുന്നത്. അപ്പം ഹോം സിനിമ ഒരു ഡെഡ് മണിയാണ്. അത് എത്ര തന്നെ അല്ലാതെ നിങ്ങൾ സമർത്ഥിച്ചാലും ഹോം സിനിമ ഉള്ളവർ പലരും വീഡിയോ കാണണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എത്ര തന്നെ നിങ്ങൾ അതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്താലും അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുകയാണെങ്കിൽ, എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണൽ, ഞാനൊരു 18 വർഷത്തോളമായി ഈ ഫീൽഡിൽ AV ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. 18 വർഷമായിട്ട് സിനിമ തിയേറ്ററിൽ തന്നെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യൽ തിയേറ്ററുകളും ഹോം സിനിമകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്, ഹോം സിനിമ ഒരു ഡെഡ് മണിയാണ്. നിങ്ങൾക്ക് ആ ഹോം സിനിമയ്ക്ക് പകരം നിങ്ങൾക്ക് റിവേഴ്സീവ് രീതിയിൽ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കാര്യം നിങ്ങളുടെ ലിവിങ് റൂമിലോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു റൂമിനകത്ത് നിങ്ങൾ ഒരു AVRൻ്റെ ഒന്നും ആവശ്യമില്ല. ഓഡിയോ വീഡിയോ റിസീവറിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ കുറച്ചുകൂടി എക്സ്പെൻസീവാണ്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഡോൾബി അറ്റ്മോസ് എനേബിൾ ആയിട്ടുള്ള സൗണ്ട് ബാറുകളോ അല്ലെങ്കിൽ സ്പീക്കർ സിസ്റ്റങ്ങളോ കൊണ്ടുവന്ന് വയ്ക്കാവുന്നതാണ്. അക്വാസ്റ്റിക്സും കാര്യങ്ങളൊന്നും ഒന്നും ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇറങ്ങുന്ന പല സിസ്റ്റങ്ങളും നമ്മളുടെ AI ഉപയോഗിച്ച് നമുക്ക് ഓട്ടോ കാലിബ്രേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിസ്റ്റങ്ങൾ നോക്കുന്നതായിരിക്കും. ഒരു വലിയൊരു TV, ഒരു 65 ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ 75 ഇഞ്ചിൻ്റെയൊക്കെ TV ആയിക്കോട്ടെ, ഇതും വെച്ച് ഒരു മിനിമൽ സെറ്റപ്പിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം അതാകുമ്പോൾ വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ മേലേക്ക് മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും വരില്ല. അത് അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. വേറെ പ്രശ്നങ്ങളൊന്നും അതിനകത്ത് വരില്ല. അപ്പോൾ നമ്മളൊരു സിനിമ തിയേറ്ററിൻ്റെ സെറ്റപ്പ് കോപ്പി അടിക്ക് വീട്ടിലേക്ക് അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബാധ്യതയായിരിക്കും. തുടക്കത്തിൽ ഭയങ്കര രസമായിരിക്കുമെങ്കിലും പിന്നീട് ഒരു 1-2 വർഷം 3 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ക്വാളിറ്റി എപ്പോഴും നിലനിൽക്കില്ല. അത് മങ്ങി തുടങ്ങും, നിറം മങ്ങി തുടങ്ങും. ആ മങ്ങി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതൊരു ബാധ്യതയാവും. പിന്നെ ആ റൂം നിങ്ങൾക്ക് വേറെ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാനൊക്കെ വീണ്ടും എക്സ്പെൻസ് വരും. സോ അതിലും നല്ലത് ഇതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി അതല്ല മറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ പോകാം. പണം നിങ്ങളുടെയാണ്. ഇതിൻ്റെ അസന്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആരാണോ ഇതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അയാളുടെ ചോയ്സാണിത്. അപ്പോൾ ഞാനിന്നത്തെ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് TCL, ലോക പ്രശസ്ത ഇലക്ട്രോണിക് കമ്പനി ആയിട്ടുള്ള TCLും ഡോൾബി ലാബറട്ടറീസും കൂടിയിട്ട് നമ്മുടെ ഡോൾബി കമ്പനിയുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഫ്ലെക്സ് കണക്ട് എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. TCLൻ്റെ 2025 ഇറങ്ങിയിട്ടുള്ള QD Mini എന്ന് പറഞ്ഞിട്ടുള്ള TVകളിലാണ് ഈ ഫെസിലിറ്റി വന്നിട്ടുള്ളത്. ഫ്ലെക്സ് കണക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡോൾബി അറ്റ്മോസ് കണക്ടിവിറ്റി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാന ലക്ഷ്യം. അത് ഡോൾബി ആയിട്ടുള്ള ഒരു കൊളാബറേഷൻ അതുകൊണ്ടാണ് വന്നത്. അപ്പോൾ ഈ ഫ്ലെക്സ് കണക്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ കുറച്ച് സംഭവങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫ്ലെക്സ് കണക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഒരുപാട് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ സ്പെഷ്യൽ 360 ഓഡിയോ അല്ലെങ്കിൽ ഡോൾബി അറ്റ്മോസിൻ്റെ കണ്ടൻസുകളൊക്കെ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന 85% പടങ്ങളും ഡോൾബി അറ്റ്മോസിൽ അവൈലബിൾ ആണ്. ഇന്ത്യയിലുള്ള വെർഷനല്ല ഞാൻ പറയുന്നത്. ഇന്ത്യയിൽ നമ്മൾ ഇന്ത്യൻ സിനിമകൾ ചിലപ്പോൾ ഇത്രയും അധികം അവൈലബിൾ ആവണമെന്നില്ല. പക്ഷേ ഇത് നിങ്ങൾ അമേരിക്കയിലോ അല്ലെങ്കിൽ UK ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, യൂറോപ്യൻ കൺട്രികളൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറങ്ങുന്ന ഹോളിവുഡ് പടങ്ങളൊക്കെ 85% പടങ്ങളും ഡോൾബി അറ്റ്മോസിൽ അവൈലബിൾ ആണ്. ഡോൾബി അറ്റ്മോസ് 4K HDR ഇത് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് വീട്ടിലൊരു ഇമേഴ്സീവ് ഫീൽ കിട്ടാനായിട്ട് പണ്ട് കാലത്ത് ഒരു TVയിൽ സബ് വൂഫറൊക്കെ വെച്ച് ഇറക്കിയാണ്. അതുപോലത്തെ ഒരു സംഭവമാണ് ഇതും. അപ്പോൾ ഇതിലെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോൾബി അറ്റ്മോസ് നമുക്ക് കിട്ടാനായിട്ട് അഡീഷണൽ 4 സ്പീക്കറുകൾ അവർ പ്രൊവൈഡ് ചെയ്യണം. ആക്ച്വലി ഇത് സ്പീക്കറല്ല, സ്പീക്കർ വിത്ത് സബ് വൂഫർ എല്ലാം കൂടി മൊത്തത്തിലുള്ളൊരു സംഭവമാണ്. അതായത് 360 ഡിഗ്രി സറൗണ്ട് സൗണ്ടും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ടോപ്പിൽ നിന്നുള്ള സൗണ്ട് കിട്ടാനായിട്ടുള്ള ടോപ്പ് സറൗണ്ട് സൗണ്ടും കിട്ടാനായിട്ടുള്ള ടൈപ്പ് സ്പീക്കറുകളാണ്. അതായത് ഒരു സ്പീക്കർ ബാറിനകത്ത് തന്നെ സൈഡിലും അതിൻ്റെ ടോപ്പിലും ഒക്കെ സ്പീക്കർ വെച്ചിട്ട് 360 ഡിഗ്രി സൗണ്ട് കിട്ടുന്ന ടൈപ്പ് ബ്ലൂടൂത്ത് സ്പീക്കറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലത്തെ ഒരു സ്പീക്കറാണ് ഇതിന് അവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡോൾബി ആയിട്ട് ടൈപ്പിൽ പ്രത്യേകം ഒരു ആപ്ലിക്കേഷൻ TVനകത്ത് ഉണ്ടാവും. അപ്പോൾ TVയിൽ നിന്ന് ബ്ലൂടൂത്ത് വഴിയാണ് ഈ സ്പീക്കറുകൾ കണക്ട് 4 സ്പീക്കറുകളാണ് ഉണ്ടാവുക. 4 3 സ്പീക്കറുള്ളൂ, 1 സബ് വൂഫറായിട്ടാണ് വർക്ക് ചെയ്യുക. എന്നാൽ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് സെൻറ്റർ റൈറ്റ് TVയിൽ തന്നെ ആയിരിക്കും. LCR TVയിലായിരിക്കും. ബാക്കി സറൗണ്ടുകളും ഇതിൻ്റെ ബേസൊക്കെയാണ് പുറത്ത് അഡീഷണലായിട്ട് വർക്ക് ചെയ്യുക.
ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 4 സ്പീക്കറും വയർലെസ് ആണ്. നമ്മൾ ചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ പ്രത്യേക ഒരു ഡയഗ്രോ കാര്യങ്ങളോ ഇല്ല. നമുക്ക് എവിടെ വേണമെങ്കിൽ വെച്ചിട്ട്, അതായത് ഈ സ്പീക്കർ നമ്മൾ നമ്മൾ കാണാനിരിക്കുന്ന റൂമിൻ്റെ എവിടെ വേണമെങ്കിൽ വെക്കാം. ഈ സ്പീക്കറുകൾക്ക് ഇന്ന സ്ഥലത്ത് സബ് വൂഫർ ഇന്ന സ്ഥലത്ത് വയ്ക്കണം, അല്ലെങ്കിൽ ഇന്ന സ്പീക്കർ ഇന്ന സ്ഥലത്ത് വയ്ക്കണം, അങ്ങനെ ഒരു ഇതിനകത്തില്ല. ഇതാദ്യമായിട്ടാണ് ഡോൾബി ഇങ്ങനെ ഒരു ടെക്നോളജി ഇറക്കുന്നത്. സാധാരണ ഇതിൽ ഡോൾബിയുടെ എല്ലാ സാധനത്തിനും ഒരു കാലിബ്രേഷൻ കിറ്റോ അല്ലെങ്കിൽ കാലിബ്രേഷൻ മെത്തേഡോ കാലിബ്രേഷൻ മാനുവലൊക്കെ തരാറുണ്ട്. നിങ്ങൾ ഇന്ന സ്ഥലത്ത് ഇന്ന സ്പീക്കർ വയ്ക്കണം, ഇത്ര ഓംസിൻ്റെ സ്പീക്കർ ഇന്ന സ്ഥലത്ത് വയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് തരാറ്. ഇതിലെങ്ങനെയല്ല. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് AI കാലിബ്രേറ്റഡ് ടെക്നോളജിയാണ്. അതായത് ഈ സ്പീക്കറുകൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ വയ്ക്കാം. അതിനുശേഷം ഒരു കാലിബ്രേഷൻ ഓട്ടോ കാലിബ്രേഷൻ സാധനമുണ്ട്. അത് ഓണാക്കി കഴിഞ്ഞാൽ ഇത് തന്നെ ആ റൂമിൻ്റെ വലിപ്പം, എന്തൊക്കെ ഒബ്ജക്റ്റുകളുണ്ട്, എത്രത്തോളം സൗണ്ട് ആ റൂമിനകത്ത്, മാക്സിമം എത്ര സൗണ്ട് വേണം, ഇതൊക്കെ ഓട്ടോമാറ്റിക് കാലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ ആ കാലിബ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ റൂമിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് അത് തന്നെ വർക്ക് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. TCLൻ്റെ 3 മോഡലിലാണ് ഇത് അവൈലബിൾ ആണെന്ന് പറയുന്നത്. 2021 ഇറങ്ങിയിട്ടുള്ള QD മിനി എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിൽ പെട്ടിട്ടുള്ള 3 മോഡൽസിലാണ് ഈ സാധനം അവൈലബിൾ ആയിട്ടുള്ളത്. QM7K, QM6K, QM8K, അങ്ങനെ 3 മോഡൽസ് ഉണ്ട്. 7K, 6K, 8K, അങ്ങനെ 3 മോഡൽസ് ഉണ്ട്. ആ 3 മോഡൽസിലാണ് TV-കളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. Z100 എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്പീക്കറിൻ്റെ പേര് ശരിക്ക്. TCLൻ്റെ ആണ് സ്പീക്കർ, എന്നാൽ ഫൈൻ ട്യൂൺ ചെയ്തിരിക്കുന്നത് ഡോൾബിയാണ്. Z100 GRN, Z100 MTL, Z100 GLD, Z100 SW, ഇങ്ങനെ 4 സ്പീക്കറുകളാണ് ശരിക്ക് ഇതിനകത്തുള്ളത്. SW എന്ന് പറയുന്ന സ്പീക്കറല്ല, സബ് വൂഫറാണ്. എന്നിരുന്നാലും ഇതൊരു കാണാനായിട്ട് ബ്ലൂടൂത്ത് സ്പീക്കർ പോലെ ഇരിക്കും. അപ്പോൾ ഇത് 4ഉം വയർലെസ്ലി TV-യിലേക്ക് കണക്റ്റ് ആവുകയാണ്. ബ്ലൂടൂത്ത് വഴിയാണ് ഇതിൻ്റെ കണക്ടിവിറ്റി. ഈ സ്പീക്കറുകളൊക്കെ നമുക്ക് ചാർജ് ചെയ്യണം. അപ്പോൾ എത്ര മണിക്കൂർ ചാർജ് ചെയ്യും എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും 10,000 mAh ബാറ്ററിക്ക് ഉണ്ടാവും എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഈ സ്പീക്കറുകൾ ചാർജ് ചെയ്തിട്ട് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ വെച്ചിട്ട് നമുക്കിത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത. പിന്നെ ഇതൊരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ലുക്ക് മാത്രമല്ല, ബ്ലൂടൂത്ത് സ്പീക്കറായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്പീക്കറിലേക്ക് മൊബൈൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് പാട്ടും വയ്ക്കാം. അത് TV-ആയിട്ട് കണക്റ്റഡ് ആയിരിക്കില്ല. പിന്നെ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ അതുപോലുള്ള നിയമപരമായിട്ടുള്ള കണ്ടൻറ്റ് OTT പ്ലാറ്റ്ഫോമുകളിൽ അതിൽ ഡോൾബി ലൈസൻസ് കണ്ടൻറ്റുകൾക്ക് മാത്രമേ ഈ അറ്റ്മോസ് വർക്ക് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ ടെലഗ്രാമിലൊക്കെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരുന്ന പടം പെൻഡ്രൈവിലാക്കി ആ TV-യിലിട്ട് പ്ലേ ചെയ്യാൻ ശ്രമിച്ച അറ്റ്മോസ് വർക്ക് ചെയ്യില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഡോൾബിയുടെ ഒറിജിനൽ സോഫ്റ്റ്വെയറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡോൾബി സെക്യൂരിറ്റി ലെവൽസ് കീപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസിൽ മാത്രമേ ഇതിൻ്റെ ഓഡിയോ എടുക്കുകയുള്ളൂ. നിലവിൽ ഈ ടെക്നോളജി അല്ലെങ്കിൽ ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അമേരിക്കയിൽ മാത്രമാണ്. അമേരിക്കൻ കൺസ്യൂമർ മാർക്കറ്റിൽ മാത്രമാണ് ഇത് നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ ഭാവിയിൽ എല്ലാ സ്ഥലങ്ങളിലേക്ക് ഇത് വരും. അപ്പോൾ അമേരിക്കയിലുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. ഇത് നമുക്ക് ഇന്ത്യയിലൊന്നും ഇത് അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല. വന്നു കഴിഞ്ഞാൽ ഒന്ന് മേടിച്ചാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്. കാരണം എന്ന് വെച്ചാൽ നല്ലൊരു സാധനമാണ്. കാരണം നമുക്കൊരു എഞ്ചിനീയറുടെയോ അല്ലെങ്കിൽ വലിയ ടെക്നിക്കൽ എക്സ്പേർട്സിൻ്റെയോ ആവശ്യമില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായത്തോട് കൂടിയിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കാലിബ്രേറ്റ് ആവും. അതുപോലെ തന്നെ നമുക്ക് എത്ര സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വർക്ക് ചെയ്യുകയും ചെയ്യും. അതിനകത്ത് പല പല മോഡുകളുണ്ട്. ഇപ്പോൾ ഞാൻ LGയുടെ TV എൻ്റെ വീട്ടിലേക്കായിട്ട് മേടിച്ചപ്പോൾ ആ ടിവിയുടെ അകത്ത് പിക്ചർ മോഡുകളുണ്ട്. പിക്ചർ മോഡ് എന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സ് കട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്. അതായത് ഡയറക്ടർ എങ്ങനെയാണോ സിനിമ കാണാൻ ഉദ്ദേശിച്ചിരുന്നത് ആ ലെവലിലേക്ക് അതിൻ്റെ സ്ക്രീൻ മാറ്റും. അത് കഴിഞ്ഞാൽ ക്രിക്കറ്റ് മോഡുണ്ട്. അതുമാതിരി അങ്ങനെ പല പല മോഡുകൾസ് ഉണ്ട്. വിഷ്വൽസിന് പല പല മോഡുകളുണ്ട്. അപ്പോൾ ഈ ഡയറക്ടർ കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മോഡ് ഭയങ്കരമായിട്ട് എനിക്ക് വ്യത്യാസം തോന്നിയിരുന്നു. ഇത് ശരിക്കും എനിക്ക് ഫീൽ ചെയ്ത് ബാഹുബലി സിനിമ ഞാൻ പ്ലേ ചെയ്ത സമയത്താണ്. അതായത് നമുക്ക് ഒരു സിനിമ റിലീസാകുമ്പോൾ ഡയറക്ടറുടെ ഒരു വെർഷൻ ഉണ്ടാവും. ആ വെർഷനായിരിക്കണമെന്നില്ല സിനിമാ തിയേറ്ററിൽ വരുന്നത്. ഡയറക്ടറുടെ വെർഷൻ ചിലപ്പോൾ അവർ മാറ്റി വെച്ചിട്ട് സിനിമാ തിയേറ്ററിലേക്ക് കൊമേഴ്ഷ്യൽ അവരുടെ എല്ലാവർക്കും, ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും ആക്ടർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വെർഷനായിരിക്കും ചിലപ്പോൾ കൊമേഴ്ഷ്യലി കൊടുക്കുക. സെൻസർ ബോർഡിന് കൂടി തൃപ്തിപ്പെടുത്തണം. എന്നിട്ട് വേണം ഈ സാധനം തിയേറ്ററിൽ എത്തിക്കാനായിട്ട്. ഡയറക്ടർക്ക് എപ്പോഴും അയാളുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ഉണ്ടാവും. ഇത് ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ റീസെൻ്റ്ലി, അതായത് 2 ദിവസം മുമ്പ് ഞാൻ ആമസോൺ പ്രൈമിൽ വിടുതലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം കണ്ടിട്ടുണ്ട്. വിടുതലൈ എല്ലാവരും കണ്ടിട്ടുള്ള സിനിമയായിരിക്കും. സൂര്യയുടെ നമ്മളുടെ വിജയ് സേതുപതിക്ക് അഭിനയിച്ചിട്ടുള്ള വിടുതലൈ പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ട്. പാർട്ട് 2 ഈ കഴിഞ്ഞ വർഷം ഇറങ്ങിയിട്ടുള്ളൂ. ഈ വിടുതലൈ പാർട്ട് 1-ൻ്റെ ഡയറക്ടേഴ്സ് കട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടൻറ്റ് അവർ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആമസോണിൽ. വിടുതലൈ പാർട്ട് 2-ൻ്റെയും ആ ഡയറക്ടേഴ്സ് കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പാർട്ട് 1 ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി. അപ്പം എനിക്ക് മനസ്സിലായി ഡയറക്ടേഴ്സ് കട്ട് എന്ന് പറയുന്ന സാധനത്തിൽ ഭയങ്കര മാറ്റമുണ്ട്. ഓഡിയോ ക്വാളിറ്റി ആണെങ്കിലും കളർ ഗ്രേഡിങ് ആണെങ്കിലും ചില പടങ്ങളിൽ സീനുകൾ വരെ കൂടുതലുണ്ടായിരിക്കും.
വിടുതലയുടെ ഡ്യൂറേഷനിൽ വരെ മാറ്റമുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഞാനീ പറയുന്നത്. അപ്പം ഇതുപോലത്തെ മോഡുകൾ ടി വികളിൽ അവർ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയതോട് കൂടിയിട്ടാണ് എൽ ജിയുടെ എൻ്റെ വീട്ടിലെ ടി വിയിൽ ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ടി സി എല്ലിൻ്റെ ഈ പറഞ്ഞ ഫ്ലെക്സ് കണക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡോൾബിയുടെ ടെക്നോളജി, ഡോൾബി അറ്റ്മോസ് ഫ്ലെക്സ് കണക്ട് എന്ന് പറഞ്ഞ ടെക്നോളജിയിൽ AI ഓപ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങളുടെ ഇതിനകത്ത് വെച്ചിരിക്കുന്ന റൂമിനകത്ത് എന്തൊക്കെ ഒബ്ജക്റ്റുകളുള്ള, എത്ര സ്പേസിന് എത്ര ഡെപ്ത് ഉണ്ട്, അതിനനുസരിച്ച് സൗണ്ട് അഡ്ജസ്റ്റ് ആവുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ഒരു സൗണ്ട് എഞ്ചിനീയറുടെ ആവശ്യം പോലും ഇല്ല. ഈ സാധനം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് പ്ലേ ചെയ്യാവുന്നുള്ളൂ. ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ. കാലം ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നാൾ കഴിഞ്ഞ സൗണ്ട് എഞ്ചിനീയേഴ്സിന് ആവശ്യം വരില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ടെക്നോളജീനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ സാധനം നമ്മുടെ കയ്യിൽ എത്തണം. അപ്പോൾ ഇതുവരെ സാധനം ഇന്ത്യയിൽ വന്നിട്ടില്ല. അമേരിക്കയിലുള്ള കൺസ്യൂമേഴ്സിനെ മാത്രമായിട്ടാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ അത് എല്ലായിടത്തും എത്തുന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇൻഫോർമേറ്റീവായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു ടെക്നോളജി, നല്ലൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും വരാം. അതുവരെയും എല്ലാവർക്കും ബൈ.